ഹായ് മക്കളെ, ഫർഹാൻ സാറാണ്. നിങ്ങൾ +2 സേ എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ഒരു കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു 5 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് 30 മാർക്ക് നേടാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. പക്ഷേ അതിലുള്ളൊരു ചതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ മാർക്ക് നേടാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള. അല്ലാതെ കുറച്ച് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഈ 30 മാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റില്ല. അതെന്താണ് സാർ അങ്ങനെ പറഞ്ഞത്? വെയിറ്റേജ് അനുസരിച്ച് നോക്കുമ്പോൾ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്ററിന് 6 മാർക്കാണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് 6 മാർക്ക്, അപ്പോൾ 12ആയി. പിന്നെ നമ്മുടെ കറണ്ട് ഇലക്ട്രിസിറ്റി 6, അപ്പോൾ 18ആയി. മൂവിങ് ചാർജസ് 7, അപ്പോൾ 23ആയി. ഓക്കെ അല്ലേ, 18 18 7 എത്ര, 25 ഓൾറെഡി ആയി. പിന്നെ നമ്മൾ റേ ഒപ്റ്റിക്സ് കൂടെ പഠിക്കുകയാണെങ്കിൽ അത് നിങ്ങളൊരു 7 മാർക്ക് പ്രതീക്ഷിച്ചാൽ മതി. അപ്പൊ തന്നെ ഓൾമോസ്റ്റ് 33 മാർക്ക് നിങ്ങൾക്കായി. ഈ 5 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ ഓൾമോസ്റ്റ് 33 മാർക്കായി. ഡബിൾ പാസിന് പിന്നെ 3 മാർക്ക് കൂടെ വേണ്ടേ ഉള്ളൂ. ഇങ്ങനെ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? സാറ് അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് അരച്ച് കലക്കി കുടിക്കണം. അതിലെ പ്രോബ്ലംസ് ചെയ്യാൻ പഠിക്കണം, ഡെഫിനിഷൻസ് പഠിക്കണം, ഡെറിവേഷൻസ് പഠിക്കണം, പിന്നെ വേറെ ഏത് ഡയഗ്രാംസ് പഠിക്കണം. ഇതെല്ലാം കൂടെ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന 30 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഞാൻ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾ ഇത് മാത്രം ഫോക്കസ് ചെയ്യരുത്. എല്ലാവർക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണത്. അതായത് ഇത് മാത്രം പഠിക്കുക, അതായത് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കുക എന്നുള്ളത്. എൻ്റെ പൊന്നു മക്കളോട് സാറിന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എടാ നിങ്ങൾ സേ എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥി വലിയ 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 ചാപ്റ്റേഴ്സ് പഠിക്കാൻ നിന്നാൽ തീരൂല. ഒരു ചാപ്റ്ററിനെ പഠിക്കാൻ 3-4 ദിവസം വേണ്ടി വരും. അത് പിന്നെ ഓർമ്മ ഉണ്ടാക്കണം എന്നുള്ളതും ഒരു ഉറപ്പില്ല. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. അത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ആയിരിക്കും ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. അതിലേക്ക് എല്ലാം പഠിക്കാൻ പറ്റുന്നതിൽ പഠിക്കുന്നത് കൃത്യമായിട്ട് നല്ലപോലെ ഉറപ്പിച്ച് പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അല്ലാതെ എല്ലാം കൂടെ പഠിക്കാൻ നമുക്കിത് കഴിയൂലടാ. അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു ചതി ഇവിടുന്ന് വരാനുള്ള ചാൻസ് എന്താണെന്ന് അറിയോ? ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം, നമ്മൾ പബ്ലിക് എക്സാം നടത്തിയപ്പോൾ അവർ പറഞ്ഞ ആ വെയിറ്റേജിനൊന്നുമല്ല എക്സാം നടന്നിട്ടുള്ളത്. അത് എക്സാം എളുപ്പമായിരുന്നു ഓൾദോ ഓക്കെ, പക്ഷേ അവർ പറഞ്ഞ വെയിറ്റേജിനൊന്നുമല്ല എക്സാം നടന്നിട്ടുള്ളത്. അങ്ങനെയും ചേഞ്ച് വരാം. അപ്പൊ ഇത് മാത്രം നിങ്ങൾ നോക്കി പോകരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ബാക്കിയുള്ള അതിൻ്റെ ഇടയ്ക്കുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ നല്ല സിമ്പിളാണ്. അതിന് കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ അതിന് അത്യാവശ്യം നല്ല സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഓരോ ചാപ്റ്ററിനും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉറപ്പായിട്ടും വരുന്ന സാധനങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ 100% എന്ത് ചെയ്യണം, എഴുതി പഠിച്ചിരിക്കണം. ഫിസിക്സിന്റെ കേസിലാണെങ്കിൽ വായിച്ച് പഠിച്ച എക്സാം ഹാളിൽ എഴുതാൻ വേണ്ടി പറ്റൂല എന്നുള്ളത് ഞാൻ 100% ഉറപ്പ് പറയാണ്. എഴുതി പഠിച്ചോ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഫിസിക്സിൽ വിജയിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എളുപ്പമുള്ള ചാപ്റ്റേഴ്സിൽ എല്ലാ കാര്യവും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ സേ എക്സാം പാസ്സാകാൻ വേണ്ടി പറ്റുള്ളൂ. അഥവാ +1 മാർക്ക് കുറവാണെങ്കിൽ അതും കൂടി നമുക്ക് ടേക്ക് ചെയ്ത് ഡബിൾ പാസിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളതാണ് സാറിന് പറയാനുള്ളത്. കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഫീ കുറവാണ്, നേരത്തെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ, നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും. ഓക്കെ.